ഹല്ലേലൂയ. ജീവന്റെ അപ്പമായ ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും കൂടി വരുവാൻ, ആ വചനത്തെ ധ്യാനിക്കുവാൻ തന്ന അവസരത്തിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. വചനത്തിൽ വളരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പ്രവർത്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യണം. പ്രൈസ് ലോർഡ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് കൊലോഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 6. ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടി നിങ്ങളിൽ വസിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ലെറ്റ് ദ വേർഡ് ഓഫ് ഗോഡ് ഡ്വെൽ ഇൻ യു റിച്ച്ലി. വേർഡ് ഓഫ് ഗോഡ് റിച്ച്ലി നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വസിക്കണം. വെറുതെ ഇത് വായിച്ചാൽ പോരാ. When the word of God dwell in our life, the word of God will lead us in peace, to lead us in happiness, joy, and every guidance will be receiving. Hallelujah. Praise God. നമുക്ക് എല്ലാ ഗൈഡൻസും ലഭിക്കും കർത്താവിൻ്റെ നാമത്തിൽ. ആ വചനമാണ് നമ്മളെ ഓരോ നിമിഷവും നമ്മളെ വഴി നടത്തുന്നത്. കർത്താവിൻ്റെ വചനമാണ്. അതുകൊണ്ടാണ് വചനം നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യമായിട്ട് അത് വളരണം. നാം വചനത്തിൽ വളരുവാൻ വേണ്ടിയിട്ട്, വചനത്തിൽ ഡ്വെല്ല് ചെയ്യുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കണം. വെറുതെ ഈ വചനം വായിച്ചു പോകുവാൻ വേണ്ടിയിട്ടല്ല. ആ വചനം സംസാരിക്കുന്നതാണ്. ഈ ലോകത്ത് ഒരുപാട് ബുക്കുകളുണ്ട്. എന്നാൽ ഈ വചനം ആരെഴുതിയോ ആ എഴുതിയ ആൾ വായിക്കുമ്പോൾ നമ്മോട് കൂടെയുണ്ട്. ആ എഴുതിയ കർത്താവ്, എഴുതിയ രക്ഷിതാവായ കർത്താവ്, വചനത്തിൻ്റെ ഉറവിടമായ, ജീവന്റെ ഉറവിടമായ ക്രിസ്തുയേശു ഈ വചനത്തിൽ കൂടി നമ്മുടെ ഉള്ളിലോട്ട് വരികയാണ്. അതിനാൽ നാം അത് വായിക്കുമ്പോൾ നമുക്ക് വേണ്ടിയ ആഹാരം, നമുക്ക് വേണ്ടിയ സ്പിരിച്വൽ മാത്രമല്ല ഭൗതികമായിട്ടുള്ള ആഹാരവും, ഈ ലോകത്തിൽ എങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കണമോ അതിനുള്ള വിസ്ഡം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നാം ലോകത്തിൽ ജീവിക്കുമ്പോൾ, ഈ വചനത്തിൽ വളരുമ്പോൾ, ജീവിതത്തിലുള്ള എല്ലാ വഴിയിലും നമ്മെ വചനം ലീഡ് ചെയ്യും. ആദ്യമായിട്ട് നമുക്ക് വേണ്ടിയത്, ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് വിസ്ഡം വേണം. ലോകത്തിലെ വിസ്ഡമല്ല, കർത്താവിൻ്റെ ഒരു വിസ്ഡം. കർത്താവിൻ്റെ വിസ്ഡം എന്ന് പറയുമ്പോൾ, നാം ലോകത്തിൽ നോക്കുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ബന്ധിതര്, അല്ലെ ബധിരര്, അല്ലെങ്കിൽ കണ്ണുപൊട്ടര് എന്നൊക്കെ, ഇവനെന്നാ ബുദ്ധിയില്ലേ, ഇവനെന്നാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ എന്നൊക്കെ മനുഷ്യർ ഫൂളാണോ എന്നൊക്കെ ചോദിക്കും. എന്നാൽ ഞാൻ കർത്താവിൻ്റെ ഒരു വചനം വായിക്കുകയാണ്. ഐസയ ചാപ്റ്റർ 42 വേഴ്സസ് 19. എൻ്റെ ദാസനല്ലാതെ കുരുടനാർ, ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ചെകിടനാർ, എൻ്റെ പ്രിയനെ പോലെ കുരുടനും യഹോവയുടെ ദാസനെ പോലെ അന്ധനുമായവനാർ. Who is blind but my servant, or deaf as my messenger that I sent? Who is blind as he that is at peace, and blind as Jehovah's servant. ഇവിടെ പറയുന്നത് എൻ്റെ ദാസനല്ലാതെ കുരുടനാർ. കർത്താവിൻ്റെ ദാസന്മാർ ചില സമയങ്ങളിൽ കുരുടനും കണ്ണുപൊട്ടനും കണ്ണു കാണാത്തവനും ചെവി കേൾക്കാത്തവനും ഒക്കെ ആയിട്ട് വസിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്. ലോകത്തിൽ നമുക്ക് നോക്കുമ്പോൾ അവനെന്താണ് അതിന് ആൻസർ കൊടുക്കാഞ്ഞ, അവനെന്താണ് അതിനെ മിണ്ടാതിരുന്നത് എന്നൊക്കെ ബുദ്ധിമാന്മാർക്ക് തോന്നും. എന്നാൽ ദൈവവചനമനുസരിച്ച് ദൈവത്തിൻ്റെ യഹോവയുടെ ആത്മാവിൽ നാം വസിക്കുമ്പോൾ യഹോവയുടെ ആത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും. മത്തായി 7-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഡു നോട്ട് ഗീവ് ഡോഗ്സ് വാട്ട് ഈസ് ഹോളി. പട്ടിക്കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നമ്മൾ വിശുദ്ധമായത് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കരുതെന്ന് പറയുന്നു. അതുപോലെ പ്രോവേഴ്സിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കരുത്. ഡു നോട്ട് ത്രോ യുവർ പേൾ ബിഫോർ സ്വൈൻ. എന്ന് വെച്ചാൽ നമ്മുടെ നല്ല കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ പന്നികളുടെ മുമ്പിലോ നായ്ക്കൾക്ക് വിശുദ്ധമായുള്ളത് കൊടുക്കുമ്പോൾ അവരതിന് യോഗ്യരല്ല സ്വീകരിക്കാൻ. കാരണം അവരതിനെ നശിപ്പിച്ചു കളയും. അതുകൊണ്ടാണ് നാം ലോകത്തിൽ ജീവിക്കുമ്പോൾ അങ്ങനെ ഈ വചനത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വിസ്ഡത്തെ പറ്റി പറയുന്നുണ്ട്. വൈസായിരിക്കണം. നമ്മൾ ദൈവത്തെ അറിയുമ്പോൾ യഹോവയുടെ ആത്മാവാണ് നമ്മളെ നയിക്കേണ്ടത്. ലെറ്റ് ദ വേർഡ് ഓഫ് ഗോഡ് ഡ്വെൽ ഇൻ us richly. When the word of God dwell in us richly, the word of God will lead us perfectly with wisdom, with guidance, with peace and joy. ആ പീസ് ആൻഡ് ജോയ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മൾ വൈസായിട്ട് ലോകത്തിൽ ജീവിക്കുമ്പോഴാണ്. മിണ്ടാതിരിക്കേണ്ടയിടത്ത് മിണ്ടാതിരിക്കുകയും തെളിയിക്കേണ്ടയിടത്ത് മാത്രം തെളിയിച്ചാൽ മതി.
ദൈവത്തിൻ്റെ ആത്മാവ് മറ്റു കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് തെളിയിച്ചോളും. അതുകൊണ്ടാണ് എൻ്റെ ആത്മാവുള്ളവൻ യഹോവയുടെ ദാസനെ പോലെ ചെകിടനും കുരുടനും ബദിരനും ഒക്കെ ആയവൻ ആരാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് നമ്മൾ എപ്പോഴും മിണ്ടാതിരിക്കണമെന്നല്ല. ഈ വചനത്തിൽ തന്നെ വാക്യങ്ങളുണ്ടല്ലോ, കർത്താവ് പ്രവർത്തിക്കും എന്ന് പറയുന്നു. മിണ്ടാതിരുന്ന ദൈവം എന്ന് അറിയുക എന്നും പറയുന്നുണ്ട്. എന്ന് വെച്ച് എല്ലായിടത്തും മിണ്ടാതിരിക്കാനല്ല. എസ്തറിനോട് കർത്താവ് എന്തുവാണ് എസ്തറിനോട് വചനത്തിൽ എന്തുവാണ് പറയുന്നത്? മൊർദെഖായി പറഞ്ഞത്, നീ ഇന്ന് മിണ്ടാതിരുന്നാൽ ഇസ്രായേൽ വേണ്ടിയിട്ട് ദൈവം അവിടെ പ്രവർത്തിക്കും, വേറൊരാളെ അവൾക്ക് പകരമായിട്ട് എഴുന്നേൽപ്പിക്കും, എന്നാൽ നീയും നിന്റെ കുടുംബവും കുടുംബവും നശിച്ചു പോകും. അപ്പോൾ നാം പ്രവർത്തിക്കേണ്ടിയിടത്ത്, വർത്തമാനം പറയേണ്ടിയിടത്ത്, ചോദിക്കേണ്ടിയിടത്ത് ഒക്കെ ചോദിക്കണം. അതൊക്കെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ ഗൈഡൻസ് കൊണ്ട് മാത്രമായിരിക്കണം. ചിലപ്പോഴൊക്കെ മിണ്ടാതിരിക്കേണ്ടി വരും, ചിലപ്പോഴൊക്കെ സഹിക്കേണ്ടി വരും, ചിലപ്പോഴൊക്കെ വേദനിക്കേണ്ടി വരും. അതിനൊക്കെ ഉത്തരം കൊടുക്കുന്നതിന് ദൈവമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമ്മുടെ മുത്തുകൾ പന്നികളുടെ മുമ്പിലിട്ട് അത് ആ മുത്തുകളെ ചവിട്ടി നശിപ്പിക്കേണ്ട ഗതി ആ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. അതുപോലെ നമ്മളിൽ വിശുദ്ധമായത് നായ്ക്കുട്ടികൾ അർഹിക്കുന്നില്ല. നായ്ക്കുട്ടികളെ പോലെ ഉള്ളിടത്ത് നമ്മുടെ വിശുദ്ധമായ ദൈവവചനം അവിടെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. നമ്മൾ എത്ര പറഞ്ഞാലും നമ്മളൊന്നും മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാതെ ഞാൻ എത്ര വായിട്ടടിച്ചാലും ഞാൻ എത്ര കൈ കൊണ്ട് പ്രവർത്തിച്ചാലും അതൊന്നുമല്ല. എൻ്റെ പ്രവൃത്തികളൊക്കെ വൃഥാവാണ്. കറ പുരണ്ട തുണി പോലെയാണ് എൻ്റെ പ്രവൃത്തികളെന്ന് ഞാൻ എപ്പോഴും മനസ്സിലാക്കണം. കാരണം ഞാനല്ല, എന്നിൽ വസിക്കുന്ന, എന്നെ നയിക്കുന്ന പരിശുദ്ധ ആത്മാവാണ് എന്നെ ഓരോ നിമിഷവും നടത്തുന്നത്. അതിനാൽ വൈസായിട്ട് ജീവിക്കുവാൻ, പ്രവർത്തിക്കേണ്ടിടത്ത് പ്രവർത്തിക്കാനും പ്രവർത്തിക്കേണ്ടാത്തടത്ത് പ്രവർത്തിക്കാതിരിക്കാനും, പറയേണ്ടതും ചെയ്യേണ്ടതും ഒക്കെ ദൈവത്തിൻ്റെ വിശുദ്ധ ആത്മാവിൻ്റെ പരിശുദ്ധ ആത്മാവിൻ്റെ ഗൈഡൻസോട് കൂടി മാത്രമായിരിക്കണം. നാം പലപ്പോഴും വിചാരിക്കും ദൈവത്തിൻ്റെ അതീതമായിട്ട് നമുക്ക് ജോയ് ആൻഡ് പീസ് ഒക്കെ നമുക്ക് ലഭിക്കുന്നത്. ഒരിക്കലുമില്ല. നമ്മൾ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നോക്കുകയാണെങ്കിൽ, ഇയ്യോബിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഹി വിൽ ഫിൽ മൈ മൗത്ത് അഗെയിൻ വിത്ത് ലാഫ്റ്റർ ആൻഡ് ഹി വിൽ ഫിൽ യുവർ ലിപ്സ് വിത്ത് ഷൗട്ട് ഓഫ് ജോയ്. Even in the midst of darkness, even in the midst of very painful situations and circumstances, he can fill you with his joy. നമുക്ക് ലോകം തരുന്ന സന്തോഷമോ സമാധാനമോ ഈ വലിയ മാളികകളോ ഒന്നുമല്ല. അതിനൊക്കെ അപ്പുറമായിട്ട് ഏതൊരു വിഷമ സമയത്തും നമ്മളെ ആ ദൈവത്തിൻ്റെ സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കുന്ന ഒരു പരിശുദ്ധ ആത്മാവുണ്ട്. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്, ഹി വിൽ അഗെയിൻ ഫിൽ മൈ മൗത്ത് വിത്ത് ലാഫ്റ്റർ. അതെ, ഇന്ന് നീ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ, ഇന്ന് നീ സങ്കടത്തോടും കണ്ണുനീരോടും കൂടി ഇരിക്കുകയാണെങ്കിൽ, ഹീ ക്യാൻ ഫിൽ യു അഗെയിൻ വിത്ത് ലാഫ്റ്റർ. ഹീ ക്യാൻ ഫിൽ യു അഗെയിൻ വിത്ത് ഷൗട്ട് ഓഫ് ജോയ്. അതെ, വെറും ജോയ് അല്ല, ഷൗട്ട്സ് ഓഫ് ജോയ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇത് വചനത്തിൽ പറയുന്നതാണ്. ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട. എന്നാൽ ഈ വചനത്തിൽ നിങ്ങൾ ക്രിസ്ത്യാനിയാണെങ്കിൽ, ഇതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അല്ല നിങ്ങൾ ക്രിസ്ത്യാനി അല്ല, ഒന്ന് വിശ്വസിക്കാമെങ്കിൽ തീർച്ചയായിട്ടും ഇത് ജീവനുള്ളതാണ്, ഇത് പ്രവർത്തിക്കുന്നതാണ്. Again, he can fill you. He can restore you whatever you lost in your life. ഹല്ലേലൂയ. അതൊരു സമയമായിക്കോട്ടെ, അതെന്തെങ്കിലും റിസോഴ്സ് ആയിക്കോട്ടെ, അത് നിങ്ങളുടെ ബുദ്ധിയോ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഹെൽത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, ഏതായിരുന്നാലും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒന്നുമില്ല. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വൈസായിട്ട് ജീവിക്കുക, യഹോവയുടെ ജ്ഞാനത്തോടു കൂടി, യഹോവയുടെ ജോയോടു കൂടി, യഹോവയുടെ പീസോടു കൂടി ജീവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ അഡ്വൈസ് ചെയ്യുകയാണ്. അതുപോലെ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾക്ക് എപ്പോഴും ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം. പർപ്പസ് ഇല്ലാതെയല്ല. ഈ ജീവിക്കുന്നതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്, അതിൻ്റെ മെയിൻ പർപ്പസ് യഹോവയുടെ ആത്മാവിൽ വസിക്കുവാനുള്ള ഒരു ആഗ്രഹം, ഈ വചനത്തിൽ വസിക്കുവാനുള്ള ഒരു ആഗ്രഹം. ഈ വചനം വെറുതെ വായിച്ച് കഥപുസ്തകം പോലെ എങ്കിലും ഒന്ന് വായിക്കുക. അപ്പോൾ ഈ വചനം ജീവനുള്ളതാകിയാൽ, അത് ചൈതന്യമുള്ളതാകിയാൽ, അത് ഇരുവാഴ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ളതാകിയാൽ തീർച്ചയായിട്ടും അസ്ഥിമജ്ജകളെ കടന്നു എന്ന് നിന്റെ രോഗത്തിൻ്റെ അവസ്ഥയിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം അല്ല. ഒരുപക്ഷെ അത് പെട്ടെന്നുള്ള ഒരു സൗഖ്യമല്ല എങ്കിൽ മരുന്നുകൾ കൂടി പ്രവർത്തിക്കും. ആമേൻ, ഹല്ലേലൂയ. ഈ ദൈവം അറിയാതെ ഏതൊരു മരുന്ന് കഴിച്ചാലും, ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാതെ, ദൈവത്തിൻ്റെ പ്രവൃത്തിയില്ലാതെ എന്ത് നമ്മൾ ചെയ്താലും
അത് വെറുതെ ആയിപ്പോകും. ചിലപ്പോഴൊക്കെ മരുന്ന് കഴിച്ചിട്ട് അത് കല്ലാണോ മണ്ണാണോ, ഈ മരുന്നുകളൊന്നും പ്രവർത്തിക്കുന്നില്ലല്ലോ എന്നുള്ള അതേ ഒരു അനുഭവം, അതേ ഒരു ചിന്ത എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. കാരണം മരുന്നുകൾക്ക് വീര്യമില്ലാതെ, മരുന്നുകൾക്ക് പ്രവർത്തിക്കുവാൻ കഴിവില്ലാതെ ഇരിക്കുന്ന അവസ്ഥകൾ ഈ ലോകത്തിലുണ്ട്. എന്നാൽ ഈ വചനത്തിന് പ്രവർത്തിക്കുവാൻ കഴിയാത്ത ഒന്നുമില്ല. ഒരു പക്ഷേ അത് കാക്കയെ കൊണ്ട് നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചെന്നിരിക്കും. ഒരു പക്ഷേ അതൊരു പച്ചവെള്ളമായിരിക്കും, വെറും മണ്ണായിരിക്കും. അത് മതി കർത്താവിന്. ഏതും നമുക്ക് ഉപയോഗിക്കുവാൻ വെറും നിസാരമെന്ന് തോന്നുന്ന ഏതിനെ കൊണ്ടും ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതിനാൽ എനിക്കിന്ന് നിങ്ങളോട് ഒന്ന് അഡ്വൈസ് ചെയ്യാനുള്ളത്, വചനത്തിൽ വളരുക. ഏതെങ്കിലും ഭാരപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുകയോ മറ്റുള്ളവരുടെ മുമ്പിൽ അഭ്യർത്ഥിക്കുകയോ ചെയ്യുന്നതിന് മുമ്പായിട്ട്, എൻ്റെ ദൈവമേ, എനിക്കിങ്ങനെ ഒരു ആവശ്യമുണ്ട്, എനിക്കിങ്ങനെ ഒരു രോഗമുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, എനിക്കിങ്ങനെ ഒരു വേദനയുണ്ട്, ഇങ്ങനെ ഒരു നിന്ദയുണ്ടെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, ദൈവം തൻ്റെ ദൂതനെ വിടും. ദൈവം സ്വർഗത്തിൽ നിന്ന് ആ കരം, കുറുകിപ്പോകാത്ത നീണ്ട ഭുജം, ആ മഹത്വകരമായ ഭുജം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു വലിയ ദൈവത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അത് എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് വീണ്ടും നമുക്ക് വചനത്തിൽ വസിക്കാം. ലെറ്റ് ദ വേർഡ് ഓഫ് ഗോഡ് dwell in us richly. Praise God. God bless you.